ഇനിയും ഒരു ഭരതനാട്യം കുട്ടിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. പേര് ആഗ്നേയ അല്ലേ? യെസ്, കറക്റ്റ് ആണോ? ആഗ്നേയ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 8th. എയ്ത്തിലാണ്. അതായത് സ്റ്റേറ്റ് ലെവൽ കലോത്സവം 8th-കാർക്ക് 8ാം ക്ലാസ് മുതലാണല്ലോ തുടങ്ങണേ. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ്, കോഴിക്കോടാണ്. കോഴിക്കോടാണ്. റിസൾട്ട് വന്നിട്ടില്ല. ഇവര് മത്സരിച്ച് കഴിഞ്ഞ ഉടനെ നമ്മളെ TCV-കാരുടെ അടുത്തേക്ക് വരികയാണ് വിശേഷം പറയാനായിട്ട് അല്ലേ? കഥകളി ഉണ്ട്. ഇനി കഥകളി ഉണ്ടോ? അതെന്നാ വരണേ മത്സരം? ഇന്ന്. ആഹാ, ഇന്ന് തന്നെ ഭരതനാട്യം കഴിഞ്ഞ് ഇനി കഥകളിക്ക്. അതെപ്പോഴാ സമയം വരണേ? ഉച്ചയാണ് പറഞ്ഞത്. രാത്രി ആവേണ്ടോ, ഞാൻ ലാസ്റ്റ് ക്ലസ്റ്ററിലേക്കാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. കഥകളി എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ടൈം, മേക്കപ്പിനൊക്കെ കുറേ ടൈം ആവശ്യമില്ലേ? ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? 5-6 ഹവേഴ്സ് എടുക്കും. അത് ചുട്ടി കുത്താനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. അപ്പോൾ നമ്മൾ ഭരതനാട്യത്തിന് രാവിലെ റെഡി ആയിരിക്കുകയാണ്. പെർഫോം കഴിഞ്ഞു, ഇനി മേക്കപ്പ് ചെയ്ത് വീണ്ടും കഥകളി ചെയ്യണം. ടയർഡാവോ? പക്ഷേ ശീലമായി. സബിലും ഇതേ അവസ്ഥയായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. എവിടെ കുരുത്തവരാ ചേട്ടാ? എവിടെ കുരുത്തവരാ വെയിലത്ത് വാടാതിരിക്കുക? തീയിൽ കുരുത്തവർ. ആ, പേരതാണ്, വെറുതെ അല്ലാന്നല്ലേ. അപ്പൊ എന്തായാലും തീയിൽ കുരുത്ത ആഗ്നേയയുടെ പെർഫോമൻസ് നമുക്ക് കാണാം അല്ലേ? ചണ്ഡി ചാമുണ്ഡി സർവമയമുണ്ഡി ഭൈരവി കാളികാംബികേ ആഗ്നേയ, എന്ത് രസമാണ് ഇങ്ങനെ കാണാനായിട്ടല്ലേ? ഒരു നിമിഷ നേരം കൊണ്ട് എത്ര ഭാവങ്ങളാണ് ആഗ്നേയയുടെ മുഖത്ത് ഇങ്ങനെ. അതെ. ഇനി വീണ്ടും കഥകളിയിലേക്ക് പോവാണ്, അടുത്ത ഒരു ഐറ്റത്തിലേക്ക് പോവാനിരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്തായാലും ആഗ്നേയ കണ്ണൊക്കെ നിറഞ്ഞു. അത് എന്താ ഇങ്ങനെ കളിക്കുമ്പോ അതിങ്ങനെ ആത്മാർത്ഥമായിട്ട് കളിക്കുമ്പോ ഇങ്ങനെ കണ്ണു നിറയുന്നതാണോ? അയ്യോ. എന്തായാലും ആഗ്നേയ, താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പെർഫോം ചെയ്തതിൽ. നല്ല റിസൾട്ട് ആവട്ടെ കേട്ടോ. ഇനിയും കഥകളിയിലേക്ക് കടക്കാൻ പോവാണ്, അതും അടിപൊളി ആവട്ടെ. എന്തായാലും ഒരുപാട് വേദികളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ആഗ്നേയ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.